ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബീഫ് വെച്ചിട്ടുള്ളൊരു ഉപ്പുമാവാണ്. ബീഫ് ഉപ്പുമാവ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഉപ്പുമാവിന് ആവശ്യമുള്ള ബീഫ് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി വെക്കുക. അതിന് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി വെള്ളമൊന്നും ചേർക്കാതെ നല്ലതുപോലെ ബീഫിലോട്ട് തേച്ച് ഒരു 30 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം കുക്കറിൽ വെച്ച് 2-3 വിസിലിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ അതിലിരിപ്പുണ്ട്. ബീഫ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. അതിൽ നമുക്ക് ഉപ്പുമാവിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 2 സവാള, കുറച്ച് ക്യാരറ്റ്, 2 ടൊമാറ്റോ ചെറുതായി അരിഞ്ഞു വെച്ചതുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് മല്ലിയില, പുതിനയില, കറിവേപ്പില. ആദ്യം നമുക്ക് പാനിലോട്ട് എണ്ണ ഒഴിച്ച് ആദ്യം ബീഫ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ബീഫൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ചേർക്കാതെ ബീഫ് മാത്രം ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് ഏതാണ്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റാം. ബീഫ് സെപ്പറേറ്റ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ പാനിൽ വെച്ച് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ വറുക്കുന്നത്. ഈ എണ്ണ തന്നെ മതിയാകും. ഇതിലോട്ട് ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 300 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിനുള്ളതാണ് ഇതിലോട്ട് കാണിക്കുന്നത്. 200 ഗ്രാം റവയും എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി അതൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ പച്ചമുളക് കുറച്ച് വലിയ പീസിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. അതൊന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ബീഫിലോട്ട് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. ഇനി ഈ മസാലയ്ക്കുള്ള ഉപ്പ് മതിയാകും. ഇനി നമുക്കിതിലോട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചെറുതായിട്ടാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. ക്യാരറ്റ് ഒന്ന് വരണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അതിലോട്ട് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. 2 എണ്ണം ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുത്തത്. ഞാൻ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതിയാകും. നിർബന്ധമില്ല. ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർക്കുന്നുണ്ട്.
എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അര ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. വലിയ ജീരകപ്പൊടിയാണ്. പിന്നെ കുറച്ച് ചതച്ച കുരുമുളക്. എരിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ബീഫ് വേവിച്ചെടുത്ത ആ വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം. ഞാൻ 200 ഗ്രാം റവയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. റവ ഒന്ന് വറുത്തെടുത്ത റവയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പുണ്ടാന്ന് നോക്കണം. ഇതുപോലെ എല്ലാം ഒന്ന് ചേർത്ത് വെച്ച് ഇനി നമുക്ക് മല്ലിയില, പുതിനയില, കറിവേപ്പില അതെന്തെങ്കിലും ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് ചേർക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള എല്ലാ ഐറ്റംസൊക്കെ ചേർത്തതിന് ശേഷം നമുക്കൊരു അടപ്പ് കൊണ്ട് കവർ ചെയ്യാം. ചെറിയ തീയിൽ നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് വെച്ചേക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിത്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഉപ്പുമാവാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. എരിവ് നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ പച്ചമുളകും കുരുമുളകിൻ്റെ പൊടിയുടെ അളവൊക്കെ ഒന്ന് മാറ്റം വരുത്താവുന്നതാണ്. ഒരു 5 മിനിറ്റോളം ഇതിങ്ങനെ ഒന്ന് അടച്ച് വെച്ചും ഒന്ന് ഇളക്കിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. റവ ആയതുകൊണ്ട്, വറുത്തതും കൂടെ ആയതുകൊണ്ട് വേഗം വെന്ത് കിട്ടുന്നതാണ്. ബീഫ് ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ചിക്കൻ വെച്ചും മട്ടൻ വെച്ചും ഇതുപോലെ ചെയ്യാവുന്നതാണ്. വെജിറ്റബിൾ മാത്രം വെച്ചും നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. ഈ ബീഫ് ഉപ്പുമാവ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലൊന്ന് ഓണാക്കുക. തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.